പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വിജയമാണ് റമദാൻ എന്ന വിഷയത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളെയും പരമാവധി ഉപയോഗപ്പെടുത്താൻ പടച്ചറബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സവിശേഷതകളുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. റമദാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്ന് റബ്ബിലേക്ക്, റബ്ബിന്റെ അടിയാറുകൾക്ക് മടങ്ങാനുള്ള സുവർണ അവസരമാണ്. പ്രാർത്ഥനയുടെ മാസമാണ്. നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട മാസമാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, തെറ്റായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ ഈ റമദാൻ റബ്ബിലേക്ക് മടങ്ങാനുള്ള അവസരമാണ്. എപ്പോൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. അള്ളാഹു പറയുന്നു, യഥാർത്ഥത്തിൽ അവനിലേക്ക് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന്. ഏതുപോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മുടെ മരുഭൂമിയിലെ യാത്രാവാഹനമാണല്ലോ ഒട്ടകം. ആ ഒട്ടകം നഷ്ടപ്പെട്ടാൽ ഒരു യാത്രക്കാരന് തന്റെ വാഹനം തന്നെയല്ല, തന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടതിന്റെ സമാനമാണ്. ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോൾ ഒരു യാത്രികൻ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണോ അതുപോലെയാണ് നമ്മുടെ വൈവിട്ട ജീവിതത്തിന് ശേഷം അള്ളാഹുവിലേക്കുള്ള തിരിച്ചുവരവിൽ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം. ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്നു സ്വയം മടങ്ങുന്നവരെ എന്ന്. ഈ റമദാൻ നമുക്ക് വീണ്ടെടുക്കാനുള്ള സമയമാണ്, കൽബിനെ ശുദ്ധീകരിക്കാനുള്ള സമയമാണ്. മറ്റൊരു പ്രത്യേകത, സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുന്ന മാസമാണ് റമദാൻ. അള്ളാഹു പറയുന്നു, 20 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഉഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമദാൻ മാസത്തിൽ വിശ്വാസത്തോടെയും പ്രതിഫലച്ചയോടെയും കൂടി നിന്ന് നമസ്കരിച്ചാൽ അവന്റെ മുൻ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ്. അതുപോലെ തന്നെ മൻ സ്വാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഉഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലച്ചയോടെയും റമദാൻ വ്രതം അനുഷ്ഠിച്ചാൽ അവന്റെ മുൻ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ്. എല്ലാ അമലുകൾക്കും നമ്മൾ ആഗ്രഹിക്കുന്നതിലും കവിഞ്ഞ പ്രതിഫലം അള്ളാഹു നൽകുന്നു. മൂന്നാമതായി പ്രത്യേകത, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. ജനങ്ങൾക്കുള്ള ഹിദായത്താണ് ഖുർആന്. നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറണം ഖുർആൻ. നാലാമതായി പ്രത്യേകത, ബദർ നടന്ന മാസമാണ്. ബദറിന്റെ പ്രത്യേകത ആദർശഫലമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ യുദ്ധമാണ്. അഞ്ചാമതായി പ്രത്യേകത, ലൈലത്തുൽ ഖദറിന്റെ മാസമാണ്. അവസാനത്തെ 10 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ആ ഒരൊറ്റ രാവിനു വേണ്ടി നമ്മൾ എല്ലാവരും ഇഅ്തികാഫിരിക്കണം, പ്രാർത്ഥനയിൽ മുഴുകണം. അള്ളാഹു നമ്മളുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.